ഇപ്പോൾ ഇൻസുലിൻ പമ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിന് 3 ഭാഗമാണുള്ളത്. ഒന്ന് റിസർവോയർ. അപ്പോൾ ഈ റിസർവോയറിലാണ് നമ്മളിവിടെ ഇതാണ് ഒരു റിസർവോയറിൻ്റെ ഒരു സാമ്പിൾ. അപ്പോൾ ഈ റിസർവോയറിൽ ഇവിടെ ഇത് തുറന്നിട്ട് ഇവിടെയാണ് നമ്മൾ കാട്രിഡ്ജ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ റിസർവോയർ നമുക്ക് ഒന്നില്ലെങ്കിൽ പോക്കറ്റിൽ വെക്കാം, അതല്ലെങ്കിൽ ബെൽറ്റിൻ്റെ ഇതുണ്ടെങ്കിൽ ബെൽറ്റിൽ വെക്കാം. അതെവിടെ വേണം നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് എവിടെ വേണമെങ്കിലും റിസർവോയർ കീപ്പ് ചെയ്യാം. ഈ റിസർവോയറിലാണ് അതിൻ്റെ ഇതെല്ലാം ഡിസ്പ്ലേ വരുന്നത്. റിസർവോയറിലാണ് എല്ലാ ഡീറ്റെയിൽസും റിസർവോയറിൽ കാണിക്കും. അത് പിന്നെ ഈ റിസർവോയറിൽ നിന്ന് ഒരു ട്യൂബിങ് ഉണ്ടാവും. ആ ട്യൂബിങ് നമ്മൾ ഈ സെൻസറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സെൻസറാണ് നമ്മൾ ശരീരത്തിൽ ഒട്ടിച്ച് വെക്കണത്. ഈ സെൻസറിൽ ഇവിടെ ചെറിയൊരു നീഡിലുണ്ട്. അത് നമ്മളൊരു ഗൺ ഷോട്ട് ഒഴുക്കി അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ നീഡിൽ നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ പോയി സ്റ്റിക്കാവും. ഈ സെൻസറിലൂടെയാണ്, ഈ നീഡിൽ കൂടെയാണ് ഇൻസുലിൻ ചെറുതേ രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പമ്പിലാണെങ്കിൽ അത് നമുക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്, അതൊരു ആൽഗോറിതമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഇത് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഗ്ലൂക്കോസിൻ്റെ റീഡിങ്സ് നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങും അതിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പമ്പിലുള്ള ഈ റിസർവോയറിൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഓരോ സമയത്തും അത് എത്ര ഇൻസുലിൻ പോണുണ്ട് അല്ലെങ്കിൽ എത്ര ഉണ്ട് അതൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും. ഡിസ്പ്ലേ മുഴുവൻ ഇപ്പോൾ ഇൻസുലിൻ പോണുണ്ടോ ഇല്ലെങ്കിൽ ഇൻസുലിൻ കട്ടായിരിക്കുകയാണോ അതൊക്കെ ആ റിസർവോയറിൻ്റെ ആ ഡിസ്പ്ലേയിൽ നമ്മൾക്ക് കാണിക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ട്യൂബിങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂബിങ് എപ്പോഴും ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞൊന്നും ഇരിക്കാതെ അത് അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ഇൻസുലിൻ്റെ ആ ഒരു പമ്പിങ് നടക്കില്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ആ ഇൻസുലിൻ ട്യൂബ് ശരിയായ രീതിയിൽ ഇരിക്കാൻ നോക്കി വെക്കണം. പിന്നെ ഉള്ളത് നമ്മൾ എവറി 3 ദിവസം കൂടുമ്പോൾ ആ ട്യൂബ് മാറ്റി കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഈ പമ്പിൻ്റെ പ്രവർത്തനം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇൻസുലിൻ പമ്പിൻ്റെ റിസർവോയറാണത്. അപ്പോൾ ഇൻസുലിൻ പമ്പിൻ്റെ റിസർവോയറിൽ നമ്മൾ ഇൻസുലിൻ കാട്രിഡ്ജിൽ ഇവിടെ ഫില്ല് ചെയ്യും. അപ്പോൾ ഈ റിസർവോയറിൽ നിന്ന് ഒരു ട്യൂബിങ് വഴിക്കാണ് നമ്മൾ ഇതാണ് നമ്മളുടെ ശരീരത്തിൽ ഒട്ടിച്ചു വെക്കുന്നത്. ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു നീഡിലുണ്ട്. ആ നീഡിൽ വഴിക്ക് നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലേക്ക് ഇൻസുലിൻ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ട്യൂബിങ്ങും ഈ ഇൻസുലിൻ്റെ നീഡിലും നമ്മൾ എപ്പോഴും ഒരു 3 ദിവസം കൂടുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻസുലിൻ തീരുന്നതനുസരിച്ച് നമ്മൾ ഇൻസുലിൻ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പമ്പിൻ്റെ ഈ റിസർവോയറിൽ നമ്മൾ എത്ര ഇൻസുലിൻ പോണു, ഏത് ടൈമിൽ പോണു, ഇൻസുലിൻ ശരിക്കും പോകണുണ്ടോ എന്നുള്ളതൊക്കെ ഈ റിസർവോയറിൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പോൾ ഈ പുതിയ പമ്പുകളിലൊക്കെ ആണെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്കൊരു സെൻസർ ഒട്ടിച്ച് വെച്ചിട്ട് ഈ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങും ചെയ്യാനുള്ള ഒരു സംവിധാനം അതിലുണ്ട്. അപ്പോൾ അത് നമ്മളുടെ പ്രമേഹ ചികിത്സയ്ക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ ഇൻസുലിൻ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ശരീരത്തിൽ എത്രത്തോളം ഷുഗർ വരുന്നുണ്ട് ഓരോ 15 മിനിറ്റിലും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ പമ്പിൻ്റെ പ്രവർത്തനം വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും.